കൊച്ചിൻ കോർപ്പറേഷനിലെ ഓവർസിയർ എ സ്വപ്നയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്വപ്നയെ വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു. കൊച്ചിൻ കോർപ്പറേഷൻ മേയറാണ് സസ്പെൻഡ് ചെയ്തത്. സ്വപ്നയെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിക്കുകയാണ്. മേയറിന്റെ യൂണിയനിൽപ്പെട്ട ആൾക്കാരായുണ്ട്. ബാക്കി ഷാജി മോഹൻ എന്ന ആള് UDFന്റെ യൂണിയനിലുള്ളതുകൊണ്ട് അയാളെ സസ്പെൻഷൻ മാത്രം പിൻവലിച്ചില്ല. അയാള് താമസിച്ചു വന്നത് 7 പേരാണ് താമസിച്ചത്. പിന്നെന്താ 3 പേരെ സസ്പെൻഡ് ചെയ്തു? 4 പേരെ സസ്പെൻഡ് ചെയ്തു. 4 പേരെ സസ്പെൻഡ് ചെയ്തു. 3 പേരെ മാത്രം തിരിച്ചു കൊടുക്കും. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഇപ്പോഴും ഈ കൗൺസിലർമാരുടെ പ്രതിഷേധം തുടരുകയാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോഴും പ്രതിഷേധം തുടരുക തന്നെയാണ്. കൗൺസിൽ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൗൺസിൽ യോഗത്തിന് തൊട്ട് മുന്നോടിയായാണ് മേയർ എം അനിൽകുമാർ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ നടപടി എന്ന് പറയുന്നത് ഇവിടുന്ന് കൊച്ചി കോർപ്പറേഷനിൽ നിന്നൊരു റിപ്പോർട്ട് പൊതുഭരണ വകുപ്പിന് കൊടുക്കും. പൊതുഭരണ വകുപ്പ് ഡയറക്ടറാണ് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുക. പക്ഷേ ഇത് കൗൺസിൽ യോഗം ചേരുന്നതിന് മുന്നോടിയായി ഈ കൗൺസിൽ യോഗത്തിൽ ഇത് വലിയ വിവാദമായി ഉയർന്നു വരാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മേയർ എം അനിൽകുമാർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഇത്തരത്തിൽ സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് കൗൺസിൽ യോഗം ചേരുന്നത്. യോഗം ചേർന്നുകൊണ്ട് തന്നെ മേയർ വന്ന സമയം മുതൽ തന്നെ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധ നടുവിലൂടെയാണ് മേയർ കൗൺസിൽ യോഗത്തിലേക്ക് കടന്നു വരികയും ചെയ്തിരുന്നത്. ഈ യോഗം തുടങ്ങിയ സമയത്ത് തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് മേയർ യോഗത്തിൽ വായിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പ്രതിപക്ഷാംഗങ്ങൾ തയ്യാറായില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, പ്രത്യേകിച്ച് 4 മാസത്തിനുള്ളിൽ 5 ഉദ്യോഗസ്ഥരാണ് കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് കൈകൂലിയിരിക്കുന്നത്. ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മേയറിനാണ് ഉള്ളതെന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം വന്നത്. എന്നാൽ ഒരു അഴിമതിക്കാരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരെ പോലും ഈ കോർപ്പറേഷനിൽ വെച്ചു കൊടുത്തിട്ടില്ല. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഉറപ്പാണ് മേയർ നൽകിയിരിക്കുന്നത്. എന്തായാലും കൗൺസിൽ യോഗത്തിൽ ഇപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷാംഗങ്ങൾ ഈ വിഷയം സംസാരിക്കുന്നു. മേയർ അതിനുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ കോർപ്പറേഷനിലെ ഓവർസിയറെ സ്വപ്നയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്വപ്നയെ വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഒരു അനീതി പറഞ്ഞത്. ഇപ്പൊ ഇത്തരം ഒരു കാര്യം ഞാനിപ്പോ പരിശോധിക്കട്ടെ. എനിക്ക് മുഴുവൻ ഇതിന്റെ ഇത്തരം ഫയലുകൾ ഒപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല ആളുകളും ഇപ്പറ്റല്ല പറഞ്ഞത്. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്, കുടിത്തരം പോലെ ഒരാള് JCSനോട് ഞാൻ DCC ജനറൽ സെക്രട്ടറിയുടെ കേസ് പറഞ്ഞപ്പോ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്താൽ നമ്മൾ പൊതുപ്രവർത്തകർ DCC ജനറൽ സെക്രട്ടറിയുടെ കേസ് അദ്ദേഹം 1 സെക്കൻഡ് ചെയ്തു കൊടുത്താലും തെറ്റായ കാര്യം ചെയ്യുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ മേയറാണ് സ്വപ്നയെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോഴും അവിടെ കൗൺസിൽ യോഗം നടക്കുകയാണ്. അവിടെ പ്രതിപക്ഷവും മേയറും തമ്മിലുള്ള ചർച്ചയാണ് നടന്നത്.